കോച്ചെന്ന് പറഞ്ഞത്. ഇല്ലിക്കൂടാൻ വെള്ളമടിക്കില്ലാന്ന് നമുക്കറിഞ്ഞൂടെ? വേറെ എന്തെങ്കിലും അയാൾ എന്ത് ബെറ്റ് വെച്ചാലും ഇല്ലിക്കൂടം തോക്കും. അങ്ങനെ വന്നില്ലല്ലോ. കാശുമായിട്ടാ മുങ്ങി കാണോ? സാധനം വരുന്നതിന് മുമ്പ് പരിസര സ്ഥലങ്ങൾ ഉണ്ടോ നോക്ക്. ആ ചാക്കോച്ചേട്ടനാണെങ്കിൽ എപ്പോഴും ഇവിടെ നോക്കിയിരിക്കുള്ളൂ. നോക്കുക കുറച്ച് നോക്കിട്ടോടാ. ഞാൻ പോയെന്ന് വെച്ച് പറവടടിച്ച് തീർത്തുള്ളായിരുന്നു. ഓ, ആ ദുഷ്ടം തലക്കെട്ടും കെട്ടി അവിടെ തന്നെ നിൽക്കുക. നമ്മൾ കൊണ്ടാ പോവും. ഈയാടെ കാവലം നിർത്തണം. നീ ചെന്ന് ഒതുക്ക്. നീ എങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞു ഒതുക്ക്. നിനക്ക് എന്നോട് നാക്കുള്ളൂ. ഒരുപാട് പൊക്കല്ലേ. ഞാനങ്ങ് ഇറങ്ങിയ സ്ഥലം കാലിയാക്ക പോലെ ഒരു വെളുത്ത ഉടുപ്പൊക്കെ ഇട്ട് ആ ആൾക്കാരെ കുത്തിയിരിക്കും. ഇതൊക്കെ ഞങ്ങളെ പോലുള്ള ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എളുപ്പത്തിൽ നീ സോഡ തലക്കെട്ടിരിക്കുന്നത് എന്തോടെ അസുഖം വന്നാലേ തലക്കെട്ടിട്ടുള്ളൂ. ചേട്ടൻ്റെ തമാശ. അങ്ങോട്ട് ചേട്ടാ പെട്ടെന്നൊരു അത്യാവശ്യം. നാളെ ഫീസ് കൊടുക്കേണ്ട ദിവസം. ചേട്ടൻ എന്നെ ഒന്നും സഹായിക്കണം. അപ്പൊ വീട്ടിൽ നിന്ന് വന്ന കാശൊക്കെ തിന്നു തീർത്തോ? അയ്യോ സത്യമായിട്ടില്ല ചേട്ടാ. വീട്ടിൽ നിന്ന് വരേണ്ട കാശ് ഇത് വന്നിട്ടില്ല. തൽക്കാലം ഒരു 500. അപ്പൊ വീടും വാടകയ്ക്ക് ചേർന്ന് ചെലവിനുള്ള കാശും തരണം ഞാനല്ലേ? നിനക്ക് നിന്നെ പറഞ്ഞു വിടുകയെന്ന് ആലോചിക്കുകയാണ് ഞാൻ. എന്നെ ഉപേക്ഷിക്കരുത് ചേട്ടാ. ഇവിടെ നിന്നെ വൃത്തിയടിക്കാൻ ഞാൻ തയ്യാറാണ്. വേണം ഞാൻ അയച്ച കാല് വേണേലും പിടിക്കാം. പ്ലീസ് ചേട്ടാ. നീ ഒന്നും പിടിക്കണ്ട. അങ്ങനെയാണ് ഞാൻ ചേട്ടത്തെ കൊണ്ട് പറയിപ്പിക്കല്ലോ. ചേർത്തി എന്താണ് എന്റെ അമ്മായിയമ്മയോ? അത് ഇറങ്ങിപ്പോ. ചേട്ടാ വാല് തുറക്കുന്ന നല്ലത്. നേരം വെളുത്താലും പൈസ എന്തെങ്കിലും ഞാൻ ഇവിടുന്ന് പോകും. നീ അവിടെ തന്നെ കിടന്നോ? ഇവിടുത്തെ പട്ടി എത്തിച്ച് 2 മാസമായി. ഒരു കാവലേ ആവല്ലോ. ആരെങ്കിലും വന്നാ കുഴക്കണേ. Mm-hmm.